തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 172 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ യെശയ്യായുടെ ഗ്രന്ഥം 7-ാം അധ്യായം 14-ാം വാക്യം വളരെ ഇഷ്ടപ്പെടുന്നൊരു വാക്യമാണ്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. POC യിൽ നിലവിൽ ഉള്ള POC ബൈബിളിൽ യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നാണ് ട്രാൻസ്ലേഷൻ ഉള്ളത്. എന്നാൽ പരിഷ്കരിച്ച പരിഭാഷ ഈയിടെ പുറത്തിറങ്ങിയത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതിൽ യെശയ്യ 7:14 കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നുള്ള രീതിയിലാണ് പരിഭാഷ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ യുവതി കന്യക എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉള്ളത്? പ്രത്യേകിച്ച് അതിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഈശോയുടെ കന്യകാ ജനനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. യെശയ്യ പറഞ്ഞിട്ടുള്ളതുപോലെ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. നമുക്ക് അൽമ എന്ന ഹീബ്രു പദമാണ് യെശയ്യ 7:14 കാണാൻ കഴിയുന്നത്. 9 പ്രാവശ്യം ഹീബ്രു ബൈബിളിൽ നമുക്ക് ഈ പദം കാണാൻ കഴിയും, അൽമ. അതിൽ മിക്കയിടത്തും, എല്ലായിടത്തും തന്നെ എന്ന് പറയാം, യങ് വുമൺ, ഒരു ചെറുപ്പക്കാരി എന്നതാണ് അർത്ഥം. കന്യക എന്ന് അർത്ഥസൂചന വരാവുന്ന ഒന്ന് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 43-ാം വാക്യത്തിലാണ്. അതായത് ഇസഹാക്കിനു വേണ്ടി ഒരു ഭാര്യയെ തേടിപ്പോകുന്ന അബ്രാഹത്തിൻ്റെ ദാസൻ, അദ്ദേഹം ഞാൻ ഈ കിണറ്റിൻകരയിൽ നിൽക്കട്ടെ, അപ്പോൾ ഒരു പെൺകുട്ടി കടന്നു വന്നാൽ അവളോട് ഞാൻ വെള്ളം തരാനായിട്ട് ചോദിക്കും എന്ന് പറയുന്ന ആ പെൺകുട്ടി അവിടെ അൽമ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്ഹാക്കിന് വേണ്ടി ഭാര്യ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നതാണ്. സ്വാഭാവികമായും ഒരു കന്യകയാണ് അന്വേഷിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ അൽമയെ കന്യക എന്ന് അവിടെ മനസ്സിലാക്കാവുന്നതാണ്. സാധാരണഗതിയിൽ ബഥൂല എന്ന ഹീബ്രു പദമാണ് കന്യക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ബൈബിളിൽ മുഖ്യമായും. ഈ അൽമ എന്നത് ഒരു ലൈംഗിക ബന്ധം ഉണ്ടായോ ഉണ്ടായില്ലയോ എന്ന സൂചനയ്ക്കപ്പുറത്ത് പ്രായം, ചെറുപ്പം, പ്രായത്തെയാണ് കൂടുതലും സൂചിപ്പിക്കുന്നത്. കാരണം അൽമ എന്നതിൻ്റെ അതൊരു ഫെമിനിൻ ഫോമാണ്. അതേസമയം എലം അതിൻ്റെ ഫെമിനിൻ ഫോമാണ് അൽമ. എലം മാസ്കുലിൻ ഫോമാണ്. എന്താണ് എലം? എലം എന്ന് വെച്ചാൽ ചെറുപ്പക്കാരൻ എന്നേ അർത്ഥമുള്ളൂ. നോക്കണം, ദാവീദ് തൻ്റെ ജ്യേഷ്ഠന്മാരുടെ സൗഖ്യം അന്വേഷിക്കാൻ വേണ്ടി വരുമ്പോൾ കാണുന്നത് ഫിലിസ്ത്യനായ ഗോലിയാത്ത് അവിടെ നിന്ന് പോർവിളി നടത്തുന്നതാണ്. ഇസ്രായേൽ സേന മുഴുവൻ ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. അവിടെ ദാവീദ് ഗോലിയാത്തിനെതിരെ പോരാടാൻ തൻ്റെ സന്നദ്ധത പ്രകടമാക്കുന്നു. അപ്പോൾ സാവൂൾ രാജാവ് ചോദിക്കുന്നുണ്ട്, ബെൻ മീറ്റ്സേ ഹാ അലം, ആരുടെ പുത്രനാണ് ഈ ചെറുപ്പക്കാരൻ? കണ്ടോ, അവിടെ ആയി എലം
എന്നുള്ളതാണ്. അപ്പോൾ ഈ അവിടെ ഒരു ബ്രഹ്മചാരിയെന്നോ കന്യകയെന്നോ ഒന്നും അവിടെ അർത്ഥം സൂചിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ 1 സാമുവൽ, ഇത് നമ്മൾ പറഞ്ഞത് 1 സാമുവൽ 17:56 അതുപോലെ തന്നെ 1 സാമുവലിൻ്റെ 1-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ ജോനാഥാൻ ദാവീദിനോട് പറയുന്നുണ്ട്, തൻ്റെ പിതാവ് സൗള് ദാവീദിനെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരിക്കുന്നത്, ദാവീദിനെ ഉപദ്രവിക്കാൻ മനസ്സിൽ പ്ലാനുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ഒരു ചെക്കനോട്, ഒരു പയ്യനോട് ഞാൻ പറയും, ദാ അവിടെ അതിനപ്പുറത്താണ് വീണിരിക്കുന്നത് അമ്പ് എന്ന് ഞാൻ പറഞ്ഞാൽ, ആ പയ്യനോട് എന്നുള്ള വാക്കുണ്ടല്ലോ, അതും എലം തന്നെയാണ്. ഒരു ചെറുപ്പക്കാരെന്നുള്ള അർത്ഥമേ അതിന് ഉള്ളൂ. എന്ന് മാത്രമല്ല, ഈ അൽമ എന്നതിനോട് സമാനമായ അരമായ ഉഗാരിറ്റിക് ഭാഷകളിലെ പദത്തിനും കന്യക എന്നൊരു അർത്ഥധ്വനി ഇല്ല. പക്ഷേ അതുകൊണ്ടാണ് യുവതി എന്ന പരിഭാഷ നേരത്തെ POC ബൈബിളിൽ മലയാളത്തിൽ കൊടുത്തിരുന്നത് യുവതി ഗർഭം ധരിച്ച് എന്ന്. എന്നാൽ ഈ ഒരു പ്രവചനത്തിൻ്റെ പശ്ചാത്തലവും കൂടി നോക്കണമല്ലോ. എന്താണ് ആ പശ്ചാത്തലം? ആഹാസ് സിറിയക്കാരും ഇസ്രായേൽക്കാരും കൈകോർത്തിരിക്കുന്നു അസീറിയർക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ. അവരോട് ചേരാൻ യൂദായെ നിർബന്ധിക്കുന്നു. പക്ഷേ ആഹാസ് അതിന് തയ്യാറാകുന്നില്ല. ആഹാസ് അസീറിയയ്ക്ക് അനുകൂല നിലപാടാണ് എടുക്കുന്നത്. ആ നേരത്ത് സിറിയക്കാരും ഇസ്രായേൽക്കാരും കൈകോർത്ത് യൂദായെ ഉപരോധിക്കാനെത്തുന്നു. ആഹാസിനെ താഴെ ഇറക്കി പകരം തങ്ങൾക്ക് പറ്റിയ ഒരാളെ അവിടെ രാജാവാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള സീറോ എഫ്രമൈറ്റ് വോർ എന്നറിയപ്പെടുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് യെശയ്യാ പ്രവാചകൻ്റെ ഈ ഒരു പ്രവചനം ഉള്ളത് എന്നോർക്കണം. യെശയ്യാ പറഞ്ഞത് എന്താണ്? ഒരടയാളം ചോദിക്കുക. ആ അടയാളം എങ്ങനെ ആയിക്കൊള്ളട്ടെ? പാതാളം പോലെ അഗാധവും ആകാശം പോലെ ഉന്നതമോ ആയിക്കൊള്ളട്ടെ. അതിൻ്റെ അർത്ഥം എന്താ? വളരെ ഞെട്ടിക്കുന്നൊരടയാളമായിക്കൊള്ളട്ടെ എന്നാണ്. അമ്പരപ്പിക്കുന്നൊരടയാളം. ഒരു യുവതി ഗർഭം ധരിച്ചു എന്നുള്ളതിൽ എന്താ അമ്പരപ്പ്? അത് അവൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നല്ലേ ഉള്ളൂ. അതിൽ വലിയ അമ്പരപ്പിൻ്റെ വിഷയമില്ല. അപ്പോൾ ഒരു കന്യക ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോഴാണ് ആ അമ്പരപ്പ് ഉള്ളത്. ആകാശം പോലെ ഉന്നതവും പാതാളം പോലെ അഗാധവുമായ ഒരു അടയാളമായിട്ട് അത് മാറുന്നത്. അതുകൊണ്ട് യുവതി ഗർഭം ധരിച്ച് എന്നുള്ള പരിഭാഷ ഭാഷാപരമായി ശരിയാണെങ്കിലും ആ കോണ്ടെക്സ്റ്റ് വച്ച് നോക്കുമ്പോഴും, പിന്നെ സപ്തതി അതായത് ഗ്രീക്ക് പരിഭാഷ നടത്തിയ വ്യക്തികൾ, അത് BC 3-ാം നൂറ്റാണ്ടിലായിരുന്നു എന്ന് ഓർക്കണം. അവർ അതിനെ മനസ്സിലാക്കിയ രീതിയിലായാലും കന്യക എന്ന പരിഭാഷയാണ് അവിടെ ഉചിതം. സപ്തജിന്തിൽ നമ്മൾ കാണുന്നത് പർഥേനോസ് എന്ന പദമാണ്. കൃത്യമായും കന്യകയ്ക്കുള്ള ടെക്നിക്കൽ വാക്ക് തന്നെയാണത്, പർഥേനോസ്. ഇനി വിശുദ്ധ മത്തായി 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഉദ്ധരിക്കുന്നത് ഗ്രീക്ക് പരിഭാഷയിൽ നിന്നാണ്. അതുകൊണ്ട് അവിടെ ഗ്രീക്കിലും എഴുതിയിരിക്കുന്നത് പർഥേനോസ് എന്നാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനത്തിൻ്റെ സൂചനയായി തന്നെ അത് ഈ ഒരു യെശയ്യാ 7:14 ഉദ്ധരിച്ചിരിക്കുന്നു. യെശയ്യായുടെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് വ്യത്യസ്തമായിരിക്കാം. അവിടെ ഒരുപക്ഷെ പ്രവാചകൻ പറഞ്ഞത് വേറെ ഏതെങ്കിലും സാഹചര്യത്തെ ഉദ്ദേശിച്ചാകാം. പക്ഷേ പിന്നീട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായി അല്ലെങ്കിൽ ഒരു പ്രവചനമായി അതിനെ കാണുന്നത് തന്നെയാണ് ഭംഗി. അത് വിശുദ്ധ മത്തായി അങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അൽമ എന്ന പദത്തിൻ്റെ വളരെ വിപുലമായ വിശാലമായ അർത്ഥങ്ങൾ നമ്മൾ കണ്ടു. എന്നു മാത്രമല്ല, POC പരിഭാഷയിൽ, നിലവിലുണ്ടായിരുന്ന പരിഭാഷയിലുള്ള യുവതി ഗർഭം ധരിച്ച്
എന്നുള്ള ആ ഒരു പരിഭാഷയും, എന്നാൽ പുതിയ പരിഷ്കരിച്ച പരിഭാഷയിൽ കന്യക ഗർഭം ധരിച്ച് എന്ന ആ ഒരു റെൻഡറിങ്ങും എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ വിശദീകരണം കൂടിയായിട്ടാണ് ഈ എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ എത്തിയത്. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം. വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം